What is the difference between potential difference, voltage and EMF in an electric circuit? ഇന്നത്തെ ടോപ്പ് ട്യൂഷന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയിലെ വളരെ കൺഫ്യൂസിംഗ് ആയൊരു ടോപ്പിക്കാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, EMF എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എക്സാമുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയി കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തുവേണം? തീർച്ചയായും നമുക്കവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആവശ്യമാണ്. ഈ എക്സ്റ്റേണൽ സോഴ്സാണ് സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു യൂണിറ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് നോക്കാം. ഒരു സെല്ലിൽ നിന്നും കറന്റ് ഒന്നും ഡ്രോ ചെയ്യാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിലുള്ള സെൽ. ആ സമയത്ത് സെല്ലിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. ഒരു സോഴ്സിൽ നിന്നും ലഭിക്കാവുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി സോഴ്സുകളെ സോഴ്സ് ഓഫ് EMF എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ കറന്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ആ സമയത്ത് ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജ്. ഈ രണ്ട് ടേംസും നമ്മൾ പലപ്പോഴും മാറി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഫിസിക്സിൽ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത കൺസെപ്റ്റുകളാണ്. ഇത് രണ്ടും മെഷർ ചെയ്യുന്നത് ഒരേ യൂണിറ്റിലാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും വോൾട്ടേജിന്റെയും യൂണിറ്റ് വോൾട്ട് ആണ്. അലസാൻഡ്രോ വോൾട്ട എന്ന സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയത്. ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്. കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഈ ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വാട്ട് വീഡിയോ വുഡ് യു ലൈക്ക് us to next? Give your suggestions in comments. Online for all of Kerala. Offline for Palakkad. Join us today.